ആറ്റിങ്ങലുള്ള കുറെ ബസ് വാങ്ങിയിട്ടിട്ടുണ്ട്, എന്നിട്ട് കുറെ ഗുണ്ടകളെയും ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാലോ, മാധ്യമപ്രവർത്തകരെ തന്നെ ഇന്ന് കൈയേറ്റം ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇന്ന് അഭിമുഖീകരിക്കപ്പെടുന്നത്. ഇവിടെയുള്ള ഡ്രൈവർമാർ എല്ലാം പിടിച്ച് കുതിക്കണം. എനിക്കൊരു ബുദ്ധിമുട്ടില്ല. എങ്കിൽ ഇവിടെയുള്ള നിയമപാലകർ ഇവിടെ എത്തി രാവിലെ മുതൽ വന്ന് ഇവിടെയുള്ള ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും പിന്നെ ബസ് തൊഴിലാളിയെയും മുതലാളിമാരെയൊക്കെ ഊതിക്കണം. കാരണം ഇവരൊക്കെ മാരക ലഹരിക്കടിമയാണ്. വിസ്മയ എന്ന മാധ്യമം ഇന്നു മുതൽ ഇങ്ങോട്ടൊരാഴ്ച ഇവിടെ തന്നെ ഇരിക്കും. നിന്റെയൊക്കെ നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാണിക്കുവാൻ, നിന്നെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന കയ്യിൽ വിലങ്ങ് വെച്ച കാരാഗ്രഹത്തിലടയ്ക്കുവാൻ. കാര്യം നിനക്കൊന്നും അമ്മയാര്, പെങ്ങളാര്, സഹോദരിമാരാര്, മാധ്യമ പ്രവർത്തകരാര് എന്ന് തിരിച്ചറിയുവാൻ കഴിയില്ല എങ്കിൽ നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങളുടെ കഴിഞ്ഞ ദിവസം ബസ് കാര്യപ്പെടുത്തേക്ക് പറഞ്ഞ കാര്യം നമുക്ക് പറയാനുള്ളൂ. കാരണം പല ബുദ്ധിമുട്ടുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അത് വളരെ വ്യക്തമാണ്. അത് പ്രധാനപ്പെട്ട തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലാണ്. ആറ്റിങ്ങൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ രാത്രികാലങ്ങളിൽ വന്നാൽ ഇവിടെ വ്യഭിചാരവും കള്ളുകച്ചവടവും കഞ്ചാവ് കച്ചവടവും പിന്നെ മാരക ലഹരി കച്ചവടവും. പക്ഷേ ഇതൊന്നും പിടിക്കുവാൻ ഇവിടെ ഉദ്യോഗസ്ഥരില്ല. കാരണം ഇവിടെയുള്ള ചില ഉദ്യോഗസ്ഥരും ഇടപാടുകാരാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ശരി, ഈ ഒരു വിവരം ഞങ്ങൾ പുറത്തുവിടുന്നു. ഈ ബസ്സിനകത്ത് തരേണ്ട മര്യാദ തരുന്നുണ്ടോ അവര്? കുറച്ചു പേർക്ക് അങ്ങനെ സംഭവിക്കുന്നുണ്ട്. എന്നാലും കുറച്ചു പേർക്ക് അമ്മയും പെങ്ങളെന്നും തിരിച്ചറിഞ്ഞൂടാ, അറിഞ്ഞൂടാത്തരുണ്ട്. അങ്ങനെ അറിഞ്ഞൂടായെങ്കിൽ ഇവിടുത്തെ നിയമ സംവിധാനം അവരെ പഠിപ്പിച്ചു കൊടുക്കണം. അതാണ് വേണം. ജനങ്ങളാണ് ഇവിടെയുള്ള മുഴുവൻ കണ്ടക്ടറെയും അല്ലെങ്കിൽ ഡ്രൈവറെയും ഒന്നും ആക്ഷേപിക്കുന്നില്ല, ബസ് ഉടമകളെ ആക്ഷേപിക്കുന്നില്ല. പക്ഷേ ഇവരിൽ ചിലരുണ്ട് അമ്മയെയും പെങ്ങളെയും പൊതുപ്രവർത്തകരെയും മാധ്യമ പ്രവർത്തകരെയും പിന്നെ പൊതുജനങ്ങളെയും വിദ്യാർത്ഥികളെയും തിരിച്ചറിയാത്ത അവന്മാരോട് വിസ്മയ എന്ന മാധ്യമത്തിന് പറയാനുള്ളത്, ഇന്ന് തൊട്ട് ഒരാഴ്ച ഞങ്ങളുടെ മാധ്യമം ഇങ്ങോട്ട് നോക്കി നിൽക്കും. നിങ്ങളുടെ മുഖത്തേക്ക് ഇവിടെയുള്ള നിയമലംഘനങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. നിയമലംഘനങ്ങൾ നടത്തുന്നവരെ വിസ്മയ എന്ന മാധ്യമം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. നിങ്ങളെ കൈവിലങ്ങ് വെച്ച് കാരാഗ്രഹത്തിലടയ്ക്കും. ഈ ഡ്രൈവർമാരുടെ ഈ അഴിഞ്ഞാട്ടം അങ്ങനെ നിർത്താം. നമുക്ക് നിർത്താം. ആർട്ടിയുമായിട്ട് ബന്ധപ്പെടും. ആർട്ടിയെ പിടിച്ച് തടഞ്ഞു വയ്ക്കും. കള്ളയത് കഞ്ചാവ് രാവിലെ അടിച്ചുകൊണ്ട് വരും. ഇവന്മാർക്ക് സീറ്റ് ബെൽറ്റ് ഇടാൻ വയ്യ, ഇവന്മാർക്ക് കാക്കി ഇടാൻ വയ്യ. ഇവന്മാരെ കണ്ട കോളേജ് പയ്യന്മാരാണ്. കണ്ടക്ടർ ഏതാണ്, ഡ്രൈവർ ഏതാണെന്ന് അറിയാം. അതിനകത്തെ ഈ കള്ള് കുടിക്കുന്നതും കഞ്ചാവ് കുടിക്കുന്നതിനെ പറ്റി നമ്മള് അത് ഇതിന്റെ ഇന്നത്തെ ഭരണഘടനയിലുള്ള ആൾക്കാർക്ക് ഇത് ചെലവായാൽ മാത്രമേ കാശ് കിട്ടുള്ളൂ. ആ കാശിന് വേണ്ടി അവര് ഭരണഘടനക്കാർ ഇവർക്ക് ഒത്താശ കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഊതാൻ വയ്യ. കാര്യം ഇവന്മാർക്കൊന്നും ഊതാൻ വയ്യ. ഇവിടെയുള്ള പോലീസുകാരോട് പറയാനുള്ളത്, നിങ്ങൾ രാവിലെ ഇങ്ങോട്ട് വരണം. ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വന്നുകൊണ്ട് ഇവിടെയുള്ള ഡ്രൈവറെയും കണ്ടക്ടറെയും ഒക്കെ ഊതിക്കണം. ഇവന്മാർക്കൊക്കെ അമ്മയാര്, പെങ്ങളാര്, പൊതുപ്രവർത്തകരാര്, മാധ്യമ പ്രവർത്തകരാര് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. വിസ്മയ എന്ന മാധ്യമം ഇന്നു മുതൽ ഇങ്ങോട്ടൊരാഴ്ച ഇവിടെ തന്നെ ഇരിക്കും. നിന്റെയൊക്കെ നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാണിക്കുവാൻ, നിന്നെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന കയ്യിൽ വിലങ്ങ് വെച്ച കാരാഗ്രഹത്തിലടയ്ക്കുവാൻ. കാര്യം നിനക്കൊന്നും അമ്മയാര്, പെങ്ങളാര്, സഹോദരിമാരാര്, മാധ്യമ പ്രവർത്തകരാര് എന്ന് തിരിച്ചറിയുവാൻ കഴിയില്ല എങ്കിൽ നിങ്ങളെ പഠിപ്പിക്കും. ക്യാമറമാൻ അരുൺ സഹറിനൊപ്പം രജിത് കാര്യത്തിൽ, വിസ്മയ ന്യൂസ്.